തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കേരളത്തിലെ സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ വിവിധ പരിഗണനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മാനിഫെസ്റ്റോകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പതിവുണ്ട്. മുൻകാലങ്ങളിൽ അത്തരത്തിൽ നിരവധി മാനിഫെസ്റ്റോകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് തയ്യാറാക്കപ്പെടുകയും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ മാനിഫെസ്റ്റോകൾ പുറത്തിറക്കുന്നതിന് മുന്നേ തന്നെ കേരളത്തിലെ ജനകീയ പ്രസ്ഥാനങ്ങൾ പലതരത്തിലുള്ള മാനിഫെസ്റ്റോകൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചു കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു മാനിഫെസ്റ്റോയാണ് കാട് മുതൽ കടൽ വരെ എന്ന് പേര് നൽകിയിരിക്കുന്ന പരിസ്ഥിതി ജനകീയ മാനിഫെസ്റ്റോ. ഈ മാനിഫെസ്റ്റോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ കക്ഷികൾക്ക് മുന്നിൽ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡോക്യുമെന്റ് മാത്രമല്ല എന്നതാണ്. പകരം ഈ മാനിഫെസ്റ്റോ കേരളത്തിന് ഭാവിയിൽ സ്വീകരിക്കാവുന്ന അനേകം നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പാരിസ്ഥിതിക ചാർട്ടർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഡോക്യുമെന്റാണ്. ഈ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശ്രീധർ രാധാകൃഷ്ണനാണ് കേരളീയത്തിന്റെ ഈ സംഭാഷണത്തിൽ നമുക്കൊപ്പം പങ്കുചേരുന്നത്. സ്വാഗതം ശ്രീധർ. ഞാൻ മനസ്സിലാക്കുന്നത് കാട് മുതൽ കടൽ വരെ എന്ന ഈ ജനകീയ പരിസ്ഥിതി മാനിഫെസ്റ്റോ തയ്യാറാക്കപ്പെടുന്നത് 2026 ജനുവരി 24 മുതൽ 26 വരെ വയനാട്ടിൽ വെച്ച് നടന്ന സഹ്യാദ്രി പരിസ്ഥിതി ഉച്ചകോടിയിൽ വെച്ചാണ് എന്നാണ്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം ആണ് ഈ മാനിഫെസ്റ്റോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പരിസ്ഥിതി ഗ്രൂപ്പുകൾ മാനിഫെസ്റ്റോ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇത് കേരളത്തിൽ ആദ്യമായല്ല. മുമ്പ് പരിസ്ഥിതി ഐക്യവേദി തന്നെ ഇത്തരത്തിൽ മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട്, പരിസ്ഥിതി കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി അവതരണങ്ങൾ, ഡോക്യുമെന്റുകൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഈ മാനിഫെസ്റ്റോ പുറത്തു വരുമ്പോൾ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ 2016 മുതൽ കേരളത്തിൽ ഒരു ഒറ്റ മുന്നണി തന്നെയാണ് ഭരിക്കുന്നത്. LDF ഭരണമാണ് 2016 മുതൽ നിലനിൽക്കുന്നത്. ഒരു മുന്നണി തന്നെ ഭരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നയങ്ങളൊന്നും ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് മാറിയിട്ടേ ഇല്ല. പ്രത്യേകിച്ച് പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാർ സ്വീകരിക്കുന്നത് ഒരേ നയമാണ് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട്. പരിസ്ഥിതി സമരങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടുകളാണെങ്കിലും പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ആശങ്കകളോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളാണെങ്കിലും ഒക്കെ ഒരേ സമീപനങ്ങൾ തന്നെയാണ് 10 വർഷമായി തുടരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ, രാഷ്ട്രീയ മുന്നണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. മുൻകാലങ്ങളിൽ തയ്യാറാക്കിയ മാനിഫെസ്റ്റോകളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ്? പ്രത്യേകിച്ച് കേരളത്തിന്റെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടായ ഒരു മാറ്റം, 2016 ശേഷം ഉണ്ടായ ഒരു മാറ്റം കൂടി പരിഗണിച്ചുകൊണ്ടാണോ ഇത്തരത്തിലൊരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്? ശരത് പറഞ്ഞത് ശരിയാണ്. 2026 ജനുവരിയിലാണ് നമ്മൾ ഈ സഹ്യാദ്രി എൻവയൺമെന്റ് സമിറ്റ് പരിസ്ഥിതി ഉച്ചകോടി നടത്തുന്നത് വയനാട്ടിൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി പ്രവർത്തകരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺവെർജൻസ് എന്ന് പറയുന്നത് കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് മേഖല എടുത്ത് നോക്കിയാലും അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരുപാട് വിഷയങ്ങളിൽ വൻ കോൺഫ്ലിക്റ്റുകളുണ്ട്, സീരിയസ് കോൺഫ്ലിക്ട്സ് ഉണ്ട്. ജനങ്ങൾ പലപ്പോഴും സമരം ചെയ്യുന്നുണ്ട്, അവിടുത്തെ പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ തന്നെ വോയിസ് ഇല്ലാത്ത ഒരവസ്ഥ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് 10 വർഷം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 10-15 വർഷം എന്നുണ്ടെങ്കിൽ പറയാം കുറഞ്ഞു പോയിട്ടുണ്ട്, അതില്ലാതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പീരീഡ് ഓഫ് എൻവയൺമെൻ്റലിസ്റ്റുകൾക്ക്, ഇക്കോളജിസ്റ്റുകൾക്ക് ഇക്കോളജി വിഷയത്തിൽ, കാലാവസ്ഥാ വിഷയങ്ങളിൽ, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒക്കെ തന്നെ ഒരു വളരെ പെയിൻഫുൾ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങളിൽ ലോകം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടും അതിൻ്റെ കൺസേൺസ് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വികസനം വേണമെന്ന് പറയുന്ന ആ വിഷയങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അന്താരാഷ്ട്ര കൺവെൻഷൻസ്, നമ്മളിപ്പോൾ ഏത് കൺവെൻഷൻ നോക്കിയാലും, നമുക്ക് കാലാവസ്ഥാ കൺവെൻഷൻ നോക്കിയാലും, അതല്ല ക്യോട്ടോ ഈ നമ്മുടെ പാരീസിൽ നടന്നിട്ടുള്ള ഉച്ചകോടിയായാലും, കെമിക്കൽ പെസ്റ്റിസൈഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിൽ സ്റ്റേറ്റിനകത്ത് അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, തീരെ ഉണ്ടാവാതിരുന്നൊരു, ഓൾമോസ്റ്റ് സീറോ ആണ്. അതിലേക്ക് ഞാൻ പിന്നെ വരാം. പക്ഷേ ഈ സഹ്യാദ്രിയുടെ സമിറ്റ് അപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് ഇരിക്കണം. അപ്പോൾ അത് വയനാട്ടിലെ പരിസ്ഥിതി പ്രകൃതി സംരക്ഷണ സമിതിയാണ് അതിന് മുൻകൈ എടുത്തത്. അതിനൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയ്ക്ക് കുറേ ഓർഗനൈസേഷൻസ്, വയനാട്ടിലെ ഓർഗനൈസേഷൻസാണ് കൂടുതലും അതിനകത്തൊരു ഓർഗനൈസിങ് ഇതെടുത്തത്. ഉറവും ഹ്യൂംസും ഒക്കെ അതിനകത്തൊരു ലീഡർഷിപ്പ് എടുത്തു. 3 ദിവസം നമ്മൾ വിഷയാടിസ്ഥാനമായിട്ട് തന്നെ അത് ഓരോ വിഷയവും, പുഴകൾ, മലകൾ, ഇടനാടൻ കുന്നുകൾ, നമ്മുടെ തീരങ്ങൾ, കോസ്റ്റൽ ഇഷ്യൂസ്, വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള 2 മേജർ കോൺട്രവേഴ്സീസാണ് സിൽവർ ലൈനും
പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ തകർച്ചയും അതേപോലെ ഇപ്പോൾ വന്നിട്ടുള്ള ടണൽ പ്രോജക്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൻകിട ഫ്ലാഗ്ഷിപ്പ് ഐഡിയാസും പ്രോജക്ട്സും എങ്ങനെയാണ് കേരളത്തിൻ്റെ ടോപ്പോഗ്രാഫിയും ഹൈഡ്രോളജിയും ബാധിക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റ് വെർസസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺഫ്ലിക്ട്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഓരോ സെഷൻസായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഡിസ്കഷൻസിൻ്റെയൊക്കെ എൻഡിൽ നമ്മൾ യൂഷ്വൽ ഒരു ചിന്ത എന്തെന്ന് പറഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ വേണം എന്നൊക്കെയാണല്ലോ. അത് ഇത്തവണ ഉപേക്ഷിച്ചു, വേണ്ടെന്ന് വെച്ചു. പകരം നമ്മൾ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു മാനിഫെസ്റ്റോൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണ് ആ കമ്മിറ്റി, അങ്ങനെയാണ് ഞാൻ ചെയർ ആവുന്നത് ആ കമ്മിറ്റിയിൽ. പക്ഷേ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ എനിക്കുള്ളത് ഒരുപാട് യങ്സ്റ്റേഴ്സ് വന്നു എന്നുള്ളതാണ്. കാരണം ഒരു അടുത്ത ജനറേഷൻ ഓഫ് ആൾക്കാർ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, അവർ ആൺകുട്ടികളും പെൺകുട്ടികളും തന്നെ, അവർ പലവരും ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. അവർ ഒന്ന് സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റലിസ്റ്റുകൾ, അങ്ങനത്തെ ഒരു സംഘം ആൾക്കാർ വന്നിട്ടുണ്ട്, എഞ്ചിനീയേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു പ്രോസസ്സ് വന്നപ്പോഴത്തേക്കുമാണ് ഇത് ഈ പ്രോസസ്സ് അങ്ങ് നമ്മൾ ഫുള്ളി ഓപ്പൺ അപ്പ് ചെയ്തു. ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് ഇൻപുട്ട് തരാം. അപ്പോൾ നമ്മളൊരു ഡ്രൈവൊക്കെ തുടങ്ങിയിട്ട് അതിനകത്ത് ഡേറ്റ, ഈ ഡിമാൻഡ്സ് എന്തായിരിക്കണം, ഈ ഉച്ചകോടിയുടെ അല്ലാതിരുന്നവർക്കൊക്കെ ഇതിനകത്ത് ഇൻപുട്സ് തന്നിട്ടുണ്ട്. അതെല്ലാം കൊളേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ പുറത്തിരിക്കുന്നത്, ഈ ഡ്രാഫ്റ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഈ എല്ലാ തവണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടൽ ഓൾമോസ്റ്റ് ദ ലെവൽ ഓഫ് ഈ അപ്പീലിംഗ് മാത്രമല്ല, ദയനീയമായ ഒരു അവസ്ഥയിലാണ്. പരിസ്ഥിതിക്ക് വേണ്ടി നിൽക്കുന്ന, കാലാവസ്ഥ വ്യതിയാനത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. കാരണം ഇത്രയും കാലം നമ്മൾ സ്ട്രഗിൾ ഉണ്ടായിട്ട്, 2017 ഓക്കി കഴിഞ്ഞു, 2018 പ്രളയം കഴിഞ്ഞു, പിന്നെ 2019, 2020, 2021 ഒക്കെ തന്നെ ലാൻഡ് സ്ലൈഡ്സും ഫ്ലഡ്സും ഒക്കെ അനുഭവിച്ചിട്ടും, ഇപ്പം അടുത്ത കാലത്തായിട്ട് ഇത്രയും ചൂട് അനുഭവിച്ചിട്ടും, മുണ്ടക്കൈ ചുരൽമലയൊക്കെ പോലെ അല്ലെങ്കിൽ പുത്തുമല പോലത്തെ വലിയ ലാൻഡ് സ്ലൈഡ്സ് അനുഭവിച്ചിട്ടും, നമ്മൾ ഓരോ തവണയും അതിനു വേണ്ടി ഒരുപാട് ഡിസാസ്റ്ററിൻ്റെ വലിയ റെസ്പോൺസും അതിൻ്റെ നാടകങ്ങളും അതിൻ്റെ റിയാലിറ്റിയും ഉണ്ട്. അതിൽ ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അതിനും അപ്പുറത്തുള്ള ഒരു എക്സ്പ്ലോഷൻ ഓഫ് ഓൾമോസ്റ്റ് വൾഗർലി ലുക്കിംഗ് സെലിബ്രേഷൻ പോലെ അതിനെ. അപ്പോൾ ആ റെസ്പോൺസ് വളരെ ക്രിട്ടിക്കലാണ്. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് വരാതിരിക്കാനോ അല്ലെങ്കിൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനോ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് പ്രതിരോധിക്കുന്ന ഒരു ശേഷിയുണ്ടല്ലോ, പ്രതിരോധ ശേഷി എന്നുണ്ട്, ആ ശേഷി അച്ചീവ് ചെയ്യാനോ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം നടന്നിട്ടുണ്ടോ നോക്കിയാൽ ഒരു മേഖലയിലും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്, ഒന്നും. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ മാനിഫെസ്റ്റോ നമ്മളൊരു ടിപ്പിക്കൽ ഡിമാൻഡ് മാനിഫെസ്റ്റോ ആയിട്ട് മാറാതെ ഇത് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഇതൊരു എൻവയോൺമെൻറ്റൽ ചാർട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നയരേഖയായത്. മാനിഫെസ്റ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ വയ്ക്കുകയും പൊളിറ്റിക്കൽ പാർട്ടീസ് സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണല്ലോ. ഇവിടെ അതല്ല. ചാർട്ടർ എന്ന് പറയുമ്പോൾ നമുക്കും അവർക്കും എല്ലാവർക്കും ഈ സ്റ്റേറ്റിന് വേണ്ട അപ്പോൾ അതിനെ ഫർദർ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ ഇതൊരു മാനിഫെസ്റ്റോ ഫോർ ഓൾ ഓഫ് അസ്, ബട്ട് മാനിഫെസ്റ്റോ ഫോർ എക്കോളജിക്കൽ ആൻഡ് ക്ലൈമറ്റ് ഗവേർണൻസ്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് എ മാനിഫെസ്റ്റോ വിച്ച് ഇസ് ആസ്കിങ് ഫോർ എ ഫ്യൂ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന മാനിഫെസ്റ്റോ അല്ല. പകരം സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്സ് ആയാലും പൊളിറ്റീഷ്യൻസ് ആയാലും ബ്യൂറോക്രസി ആയാലും ഓവറോൾ ഗവൺമെൻറ്റും ഗവർണൻസും അതിനോട് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റിസണറിയും എങ്ങനെയാണ് ഒരു ഗവർണൻസ് എന്ന നിലയ്ക്ക് ഈ ക്ലൈമറ്റിനെയും പരിസ്ഥിതിയെയും കണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല, ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് എംബെഡ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്നത് എങ്ങനെ, അതിനുള്ള ഒരു റോഡ് മാപ്പ് ആയിട്ടാണ് ഈ മാനിഫെസ്റ്റോ. തീർച്ചയായും നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ രാഷ്ട്രീയ മാറ്റം ഉണ്ടായാലും ഒരു പാരിസ്ഥിതിക ഭരണ തുടർച്ച ഉണ്ടാവുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അതില് ഒരു കാര്യമുള്ളത്. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പല ആൾക്കാരും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഇത്തവണ ഇത് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം, പ്രധാന വ്യത്യാസം ഇതാണ്. മാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഒരു കാലത്ത് എനിക്ക് ഇതിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് തോന്നിയൊരു കാരണം, ഒരു ദുരന്ത പ്രതികരണ മാനേജ്മെന്റിൽ നിന്നും ഒരു കാലാവസ്ഥാ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളിലേക്ക് ഉള്ളൊരു മാറ്റം എന്നുള്ളത്, അതിനെ ഒന്ന് വിശദീകരിക്കാമോ കുറച്ചും കൂടി? കാരണം കേരളത്തിൽ നടക്കുന്നത് ഈ ദുരന്ത പ്രതികരണ മാനേജ്മെന്റ് ആണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ നേരിടുന്ന സമയത്തും നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണ് പല കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം CMന്റെ അണ്ടറിൽ തന്നെയുള്ള വകുപ്പാണ്, അവരാണ് പല കാര്യങ്ങളിലും ഈ ദുരന്തത്തിന് ശേഷമുള്ള പ്രതിരോധ മെക്കാനിസം മൊത്തം ഗവേണൻസ് നടത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു കാലാവസ്ഥ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗവേണൻസിലേക്കുള്ള മാറ്റം എന്ന് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ചേർന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അത് വളരെ കൃത്യമായിട്ട് ആ ഒരു എക്കോളജിക്കൽ ഗവേണൻസ് എങ്ങനെയാണെന്ന് ഈ മാനിഫെസ്റ്റോയിൽ
കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയതിനെ കുറിച്ച് ഒന്ന് ശ്രീധർ വിശദീകരിക്കാമോ? ഈ 2018 പ്രളയമാണ് നമ്മൾക്കൊരു ടേണിംഗ് പോയിന്റ്, ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിസാസ്റ്റേഴ്സ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ SDMA ഉണ്ട്. പക്ഷേ SDMAയുടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SDMAക്ക് തന്നെ കുറേ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ലോ ഡിഫൈൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. ഓക്കിയാണ് ഇവരൊന്ന് ഞെട്ടിച്ചത്. കാരണം യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ഓക്കി. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി വാസ് ടോട്ടലി അൺപ്രിപ്പയർഡ് ആണ് ഓക്കിക്ക് വേണ്ടി. ഏർലി വാർണിംഗ് സിസ്റ്റംസ് മൊത്തം ഫെയിൽ ചെയ്തത് നമ്മളവിടെ കണ്ടു. ആ ഏർലി വാർണിംഗ് സിസ്റ്റംസ് കിട്ടിയിട്ട് പോലും, ഗവൺമെന്റിൻ്റെ നിന്ന് കിട്ടിയിട്ട് പോലും അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. എത്രയോ ആൾക്കാർ കടലിൽ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിൽ തീർന്നു. ആരെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ, പേരുകൾ പോലും പലപ്പോഴും ഇല്ല. പ്രളയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറെ കൂടെ അങ്ങ് ക്ലിയറായി. അപ്പോൾ അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു വലിയ ഡോക്യുമെൻ്റാണ് ഈ അന്താരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെയും ഈ യൂറോപ്യൻ യൂണിയൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഒക്കെ കൂടെ നേതൃത്വത്തിൽ കേരളത്തിൽ വന്നിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഒരു ലീഡർഷിപ്പിൽ നടത്തിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു UN പ്രോസസ്സാണ്. ആ റിപ്പോർട്ടിൽ അതൊരു UN പ്രോസസ്സാണ്. ഈ PDNA എന്ന് പറയുന്നത് അവർ പല ഡിസാസ്റ്റർ മേഖലകളിൽ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റാണ് ഇത് ചെയ്തു. ആൻഡ് ആ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ട്, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്ന ആ റിപ്പോർട്ടിന് ശേഷം കേരളത്തിൻ്റെ ഒരു ലൈഫ് ലൈൻ റിപ്പോർട്ടായിട്ട് വേണമെങ്കിൽ PDNA കാണാം. കാരണം അതിനകത്ത് അവർ ആദ്യമായിട്ട് എന്തുകൊണ്ട് ഇൻറ്റഗ്രേറ്റഡ് റിവർ അല്ലെങ്കിൽ വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഈ വെള്ളം അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളം കഴിയുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രോളജിക്കൽ കൺസേൺസും മറ്റത്തിൽ ടോപ്പോഗ്രഫി ഇതൊന്നും കാണാതെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചില ഇതും, അതേപോലെ പീപ്പിൾസ് ഓറിയൻറ്റഡ് ആയിട്ട് പബ്ലിക് പാർട്ടിസിപ്പേഷനോടെ ചെയ്യേണ്ടതൊക്കെ പറയണം. അപ്പോൾ ഇത് വളരെ അവിടെ അതിനകത്ത് എൻഷ്രൈൻ ചെയ്തിട്ട് ആദ്യമായിട്ട് വേണമെങ്കിൽ പറയാം റെസീലിയൻസ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്. നേരത്തെ ശരത് പറഞ്ഞ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ അതിജീവന ശേഷി എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ ഒരു അപ്രോച്ചും കൂടെ അതിനകത്ത് കൊണ്ടുവന്നു. റെസീലിയൻസ് ആണ് വേണ്ടത്. വളരെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ ഡെവലപ്മെൻറ്റിനെ അവർ നേരിട്ടൊന്നും ചോദ്യം ചെയ്യുന്നെങ്കിലും ഈ ഡെവലപ്മെൻറ്റ് പറ്റില്ല, പുഴയും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ റൂം ഫോർ ദ റിവർ, ലിവ് വിത്ത് ദ വാട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ലോഗൻസ് ഒക്കെ അവിടെ വരുന്നത്, അതിലാണ് വരുന്നത്. ഇൻക്ലൂഡിങ് നവകേരളം പോലും അതിലാണ് വരുന്നത്. ഇൻ ഒഫീഷ്യൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ റെക്കോർഡ്സിൽ നവകേരള ഇസ് ബ്രോട്ട് ദെയർ. അപ്പോൾ ഒരു ശരിക്കുള്ള നവകേരളം വേണ്ടത് എങ്ങനെയെന്നുള്ളത് അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞു. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റേറ്റ് എടുത്തപ്പോൾ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വന്നു. അത് കഴിഞ്ഞപ്പോൾ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വന്നു. അതിനുശേഷം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ ഭരിക്കുന്ന പൊളിറ്റീഷ്യൻസിനേക്കാളും അവിടെ അതിലുണ്ടായിരുന്ന ചില അങ്ങനെ പറയുന്നതിൽ എനിക്കിപ്പോൾ തെറ്റൊന്നും തോന്നുന്നില്ല. ഈ കേരളത്തിന് അശേഷം മനസ്സിലാവാത്ത, കേരളത്തിൻ്റെ ഒരു ടോപ്പോഗ്രാഫി, എൻ്റെ ലാൻഡിൻ്റെ കിടപ്പിനെ ഒന്നും, പലതരം ഇക്കോസിസ്റ്റംസിനെ ഒന്നും മനസ്സിലാക്കാത്ത ഒരു പറ്റം സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള കുറച്ച് സെക്രട്ടറിമാർ ആണ് ഈ സാധനത്തിനെ ഈ RKDP ആക്കിയിട്ട് മാറ്റിയിട്ട്, മാത്രമല്ല കുറെ സ്വകാര്യ കൺസൾട്ടൻസികളും ഉണ്ട്. മാത്രമല്ല ഇന്റൻസ് ആയിട്ട് ഡെവലപ്മെന്റ്. ഈ സ്വകാര്യ കൺസൾട്ടൻസി പറയുമ്പോഴത്തേക്കും ഇന്റൻസ് ഹൈ എൻഡ് മോഡേൺ ഇന്റർനാഷണൽ ലെവൽ ഡെവലപ്മെന്റ് ആണ് കേരളത്തിന് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറി ടോം ജോസ് ഒക്കെ തന്നെ എല്ലാം വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ വേണം. അപ്പോൾ കേരളത്തിന്റെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് മാതൃകാപരമായിട്ട് ഗ്ലോബൽ അക്കോളേഡോടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ആ സമയമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നല്ലൊരു മോഡൽ ബിൽഡ് ചെയ്യുന്നു, ആലപ്പുഴയിൽ ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്നു. ഇതേ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ തന്നെയാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഒരു ഡിസ്ട്രാക്ഷൻ ഇതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് ചീഫ് സെക്രട്ടറി ഒക്കെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ വളരെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി വേസ്റ്റ് മാനേജ്മെന്റ് ജർമ്മനി പോയി നമുക്ക് പഠിച്ചു കളയാം. അന്ന് ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും ജർമ്മനി പറഞ്ഞു വിട്ടു. മോഡൽ കേരളത്തിൽ കിടക്കുമ്പോൾ ജർമ്മനി പോയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ തെറ്റുകൾ ഇവരതിനകത്ത്, ഇൻക്ലൂഡിങ് RKDPക്കകത്ത് ഈ ഹൈ സ്പീഡ് സിൽവർ ലൈനിന്റെ കാര്യം വരെ പറയാം. കേരളത്തിന്റെ ഹൈഡ്രോളജിയെ മൊത്തം തകർക്കുന്ന പ്രോജക്റ്റ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് it was the most ecologically and economically disastrous project that Kerala would have ever done. അങ്ങനത്തെ പ്രോജക്റ്റ് ഒരു RKDPക്കകത്ത് എഴുതി വെച്ചു. അപ്പോൾ PDNA കംപ്ലീറ്റ്ലി റബിഷ് ചെയ്തു എന്നുള്ളതാണ്. വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ടിനെ എങ്ങനെയാണോ അവർ ചവിട്ടുകുട്ടയിലെടുത്ത് കളഞ്ഞത്, അതുപോലെ തന്നെ PDNAയും എടുത്ത് ഇവർ കളഞ്ഞു എന്നുള്ളതാണ്. ലൈഫ് ലൈൻ റിപ്പോർട്ട്സ് മൊത്തം കേരളം ഇത്രയും കാലം പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ബ്യൂറോക്രറ്റിക് ലീഡർഷിപ്പും കൂടെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? 2018 ശേഷത്തിൽ പ്രളയം ഉണ്ടായിട്ടും ഇത്രയും ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ വന്നിട്ടും ഈ വികസനത്തിൻ്റെ വളരെ അശ്ലീലമായ, വളരെ ഫെനാറ്റിക് ആയിട്ടുള്ള
അങ്ങനെയൊന്നും പറയാൻ അതിനകത്തൊരു യാഥാസ്ഥികതയാണ്, വികസന യാഥാസ്ഥികവാദം. അത് എന്ത് വില കൊടുത്ത് നടപ്പാക്കും, ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എതിർത്താൽ നിങ്ങളെ മഞ്ഞക്കുറ്റിയൊക്കെ അറിയാലോ, മഞ്ഞക്കുറ്റിയുടെ സ്റ്റോറീസും ഇല്ലീഗലായിട്ട് പോലും നമ്മളത് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കഥകളുണ്ട്. കീഴാറ്റൂരിൽ നടത്തിയത്, കീഴാറ്റൂരിൽ അത്രയും വലിയൊരു സമരം ഉണ്ടായിട്ട് അതിനെ അടിച്ചമർത്തി റോഡ് ബൈപ്പാസ് പണിഞ്ഞു. ബൈപ്പാസ് വെള്ളത്തിനടിയിലാണ് ഓരോ മൺസൂണിലും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നാഷണൽ ഹൈവേ വയലിനകത്ത് ചെയ്ത് നമ്മൾ കണ്ടതാണ്. പേരിന് മാത്രം റെസിലിയന്റ് കേരള, റീബിൽഡ് കേരള അങ്ങനെയൊക്കെ അതിനകത്ത് എഴുതി വയ്ക്കും. സ്റ്റേറ്റ് SDMA ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി കമ്മിങ് അണ്ടർ ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി വിത്ത് വെരി വെരി പവർഫുൾ അതോറിറ്റി വർക്ക്, വെരി സ്ട്രോങ് അതോറിറ്റി. ഏതൊരു ഗവൺമെന്റ് എന്റർപ്രൈസ് സിസ്റ്റത്തിനെയും എല്ലാത്തിനെയും ഓവർ റൈഡ് ചെയ്തുകൊണ്ട് ഒരു നിയമമാണ്. ആ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റു നിയമങ്ങൾ മാറി നിൽക്കണം എന്നുള്ള ലെവലിലുള്ള ഒരു നിയമം കൈകാര്യം ചെയ്യാനായിട്ട് വച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്നറിയാമോ, അവർ സർക്കാരിൻ്റെ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. SDMA സർക്കാരിൻ്റെ ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യേണ്ട എൻറ്റിറ്റിയല്ല, അതൊക്കെ മേലെ ഉള്ള അതോറിറ്റിയാണ്. ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അല്ലെങ്കിൽ ഡിസാസ്റ്റർ പ്രിവെൻഷനിലൊക്കെ അതല്ല ചെയ്തിട്ടുള്ളത്. ദേ കെപ്റ്റ് ഓൺ വെയിറ്റിംഗ് ഫോർ ദി ഓർഡേഴ്സ്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ CMന്റെ ക്ലിയറൻസ് കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്നുള്ള ധാരണ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ റവന്യൂ സെക്രട്ടറിയോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്നുള്ള ധാരണ, പിന്നെ അവർക്കുള്ള കൊടുക്കുന്ന അഡ്വൈസുകളിൽ ഒരുപാട് തെറ്റിദ്ധാരണ. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ് കേരളം ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് ഇപ്പം നമ്മൾ അതിനുശേഷം കാണുമ്പോൾ ഒരു ഹൈ റെസ്പോൺസ്, റീഹാബിലിറ്റേഷൻ, ഭയങ്കര വെള്ളം അതൊക്കെ ഉണ്ട്. മംഗലാപുരത്ത് ആ വണ്ടിയൊക്കെ ഇതാക്കിയപ്പോഴത്തേക്ക് ഇവിടുന്ന് വലിയ കുറേ ആൾക്കാർ പോകുന്നു, 1.5 മാസം ടെലിവിഷനിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ കാലാവസ്ഥ അതിജീവനമാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. അതിലേക്ക് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്, അബ്സല്യൂട്ട്ലി ഒന്നും ചെയ്തില്ല. അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഹോൾ ഗവർണൻസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ കാലാവസ്ഥ, അത് ശരിക്കും കാലാവസ്ഥ മാത്രമല്ല ഇക്കോളജിക്കലി ഉള്ള ഒരു റെസീലിയൻസ് ബിൽഡ് ചെയ്യുന്നതിലും അതിനെ തകർക്കാത്ത ഇക്കോസിസ്റ്റംസ് രജിസ്ട്രേഷനൊക്കെ ഉള്ള അങ്ങനെ ചെയ്യുകയിലും ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസീലിയൻസ് ബിൽഡിംഗ് ഒരു പ്രോസസ്സ് ഇതിനകത്ത് ഓരോ സിസ്റ്റത്തിനകത്ത് നമ്മൾ എംബെഡ് ചെയ്തില്ലെങ്കിൽ, അവരത് കണ്ടുകൊണ്ട് അതനുസരിച്ച് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ക്യുമുലേറ്റീവ് എഫക്റ്റ് പോലെയാണ്. ഒന്നും ചെയ്യാതിരുന്നാൽ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റാണ് ഈ ഇമ്പാക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ എവിടെ കുന്നിടിക്കണം കണക്കില്ല, ഏത് വയലിൽ നികത്താം കണക്കില്ല. അതേസമയം ഇത് ബിൽഡ് ചെയ്താൽ അതിനകത്ത് എംബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോയിട്ട് സംയോജിത പ്രവർത്തനങ്ങളുടെ അഭാവം നിൽക്കുന്നു, കൺവേർജൻസ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിസാസ്റ്റർ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് SDMA റീറ്റെയിൻ ചെയ്തുകൊണ്ടുണ്ട്. അത് വേണം, പക്ഷേ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് എൻറ്റിറ്റി വേണം. അത് ക്ലൈമറ്റ് ഗവർണൻസിന് വേണ്ടിയായിരിക്കണം. ആ ഗവർണൻസ് സിസ്റ്റം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ ഒരു പ്രോസസ്സിനെ എംബെഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ അതിൻ്റെ രൂപകൽപ്പന ഈ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നത്? ഒരു മിഷനായിട്ടാണോ അതോ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണോ? ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് കൂടി പറയാമോ? അതിനു മുമ്പ് ഞാൻ സ്ട്രക്ചറിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇതും കൂടെ പറയുന്നത്, അപ്പോൾ ഇത് ഒരു ടെനറ്റാണ്, ഒരു പ്രിൻസിപ്പൾ ഇതാണ് ഈ ഗവർണൻസിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു കണ്ടിന്യൂമാണെന്നുള്ളതാണ്. കേരളം കനോട്ട് ബി സീൻ ഇൻ സൈലോസ്. അത് പറഞ്ഞാൽ മാത്രമേ മറ്റതിലേക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ സൈലോസിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പുഴകളെ വേറെ കാണാം, മലകളെ വേറെ കാണാം, അങ്ങനെ പറ്റില്ല. പകരം ഇതൊരു ഹൈഡ്രോളജിക്കൽ ഒരു നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റംസിൻ്റെ ഒരു കണ്ടിന്യൂമാണ്. വിച്ച് മീൻസ് നമ്മളതിനെ റിഡ്ജ് ടു സീ അല്ലെങ്കിൽ ഫോറസ്റ്റ് ടു സീ അല്ലെങ്കിൽ മൗണ്ടൻസ് ടു സീ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കണ്ടിന്യൂമായിട്ട് കേരളത്തിനെ കാണണമെന്നും അതൊരു ഹൈഡ്രോളജിക്കൽ യൂണിറ്റ് ആയിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യണമെന്നും അതിനകത്ത് നമുക്ക് ഈ മൈക്രോ ലെവൽ കൺസേൺസ് ഒക്കെ കൊണ്ടുവരാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ടെനറ്റ്, അങ്ങനെ കണ്ടുകൊണ്ടുള്ള വികസനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടെനറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗവർണൻസിലേക്ക്, ക്ലൈമറ്റ് ഗവർണൻസിലേക്ക് പോകുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ടെനറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്ന ആൾക്കാർക്കും മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു കൺസേൺസും അവരുടെ ലൈവ്ലിഹുഡ്സും അവരുടെ സെറ്റിൽമെൻറ്റ്സിൻ്റെയും ഇഷ്യൂസുണ്ട്. പിന്നെ പ്ലാന്റേഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും കർഷകരുണ്ട്, കർഷകർക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ട് നമ്മൾ ഒരു ജസ്റ്റിസ് ആൻഡ് റൈറ്റ്സ് ബേസ്ഡ് ഒരു അപ്രോച്ച് വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ FRA ഒരു റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ചാണ്. പക്ഷേ കേരളത്തിൽ ഇതെങ്ങനെയാണ് നടപ്പാക്കിയതെന്ന് നമുക്കിപ്പോഴും അറിയാം. ആറളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു വലിയ മോഡലായിട്ട് എടുത്ത് കാണിക്കുന്ന ആറളം പോലും അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ട്രൈബൽസിന് ഏത് ലാൻഡാണ് കിട്ടിയതെന്നും ബാക്കിയുള്ള വലിയ മുതലാളികൾക്ക് കച്ചവടം ചെയ്യാനും ഒക്കെ ആയിട്ട് ഏത് ലാൻഡാണ് കിട്ടുന്നതെന്നും ഇതിൻ്റെ ഒരു ഹോൾ മാനേജ്മെൻറ്റ് പ്രശ്നമുണ്ട്.
അപ്പോൾ അത്തരത്തിലെ ഒരു ജസ്റ്റിസ് ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നാണ് റൈറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാമർ നമ്മുടെ ട്രൈബൽ റൈറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ കോസ്റ്റൽ. ഇപ്പോൾ ശരിക്കും ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത്. അത് ഞാൻ ഉദാഹരണമായിട്ട് എടുത്ത് പറയാം, നമുക്ക് അതിലേക്ക് പോകാം. കോസ്റ്റിൻ്റെ കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ഇക്കോസിസ്റ്റംസ് ആൾക്കാരാണ്, അത് ഫിഷർമാൻ കമ്മ്യൂണിറ്റി. അവർക്ക് അതിൻ്റെ പുറത്തൊരു ഫസ്റ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വേണ്ടി അവർക്ക് കംപ്ലീറ്റ് അവകാശ രീതി കൊടുക്കാനല്ല പറയുന്നത്. അവരാവശ്യപ്പെടുന്നുമില്ല. അവർ താമസിക്കുന്ന ഭൂമിയുടെ മൊത്തം അവകാശം എന്നുള്ളതല്ല അവർ പറയുന്നത്. അവർക്ക് കടലിൽ ജീവിക്കാനും കരയിൽ ജീവിക്കാനും കരയിൽ നിന്ന് പ്രവർത്തിക്കാനും അവരുടെ ലൈവ്ലിഹുഡ്സ് മുമ്പോട്ട് കൊണ്ടുപോകാനും അവരുടെ യാനങ്ങൾ വയ്ക്കാനും സ്പേസ് വേണമെന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള ആദ്യത്തെ അവകാശം അവർക്കല്ലേ. അപ്പോൾ വേറൊരു അവകാശം അവിടെ വരുമ്പോൾ അത് തട്ടി വെച്ച് നോക്കേണ്ടത് ഇവരുമായിട്ടാണ്. ഇവരുടെ അവകാശത്തെ ഹാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണല്ലോ മറ്റേ ചെയ്യേണ്ടത്. അപ്പോൾ ആ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നതും ആ കമ്മ്യൂണിറ്റിയുടെ കോമൺസ് എന്ന് പറയുന്നത് രജിസ്ട്രി ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യണം എന്ന് പറയുന്ന ചില ജസ്റ്റിസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റൈറ്റ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഡിസാസ്റ്റർ സംഭവിക്കുന്നുണ്ട്, ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നുണ്ട്. ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് പലപ്പോഴും വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ട് ഇന്ന് ചുരുൾമലയെ സംബന്ധിച്ച ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇതൊരു വലിയ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമറ്റിൻ്റെയും ഡിസാസ്റ്റേഴ്സിൻ്റെയും റെഫ്യൂജീസോ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരാണ്. അവരുടെ കോമ്പൻസേഷൻ എങ്ങനെയാണ്? അത് ഇപ്പോൾ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് ചെയ്യുന്നത് അവരെ കൈകോർക്കുന്നു, അവരുടെ കൈ പിടിക്കുന്നു, അവരുടെ കരുതൽ വേണം. ഇത് കംപ്ലീറ്റ് ഒരു ബെനവലൻസിൻ്റെ പുറത്തുള്ള ചാരിറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കുകയാണെന്ന് നമുക്ക് എപ്പോഴാണ് അവർ പറയാൻ പറ്റുക? അപ്പോൾ നമ്മൾ ഇതിനകത്ത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഡിസാസ്റ്റർ സംഭവിക്കുകയോ അല്ലെങ്കിൽ ക്ലൈമറ്റ് കാരണം റെഫ്യൂജീസ് ആവുന്നവർക്ക് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റിൻ്റെ അതും ജസ്റ്റ് ആയിട്ടുള്ള LARR 2013 ആക്ടിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണമെന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ടെനറ്റ് എന്ന് പറയുന്നത് ആ അവകാശങ്ങളുടെയും മറ്റേ ജസ്റ്റിസിൻ്റെയും പുറത്ത്, ന്യായത്തിൻ്റെയും പുറത്തുള്ള ഒരു അപ്രോച്ച് ഇതിനകത്ത് ത്രൂ ഔട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ശരത് ചോദിച്ച ഈ ചോദ്യം, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിനെ മുമ്പോട്ട് രൂപം എന്നുള്ളത്. നമ്മുടെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3-4 കാര്യങ്ങൾ പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് റെസീലിയൻസ് മിഷൻ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ മിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതും എടുത്ത് SDMA ആയിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. SDMA ഹെഡിനെ തന്നെ അതിൻ്റെ ഹെഡാക്കി എന്നിട്ടൊരു ക്ലൈമറ്റ് റെസിലിയൻസ് ഓഫീസർ എന്ന് പറയുന്നുണ്ട്. വാട്ട് ആർ ദേ ഗോയിങ് ടു ഡു? വാട്ട് ഈസ് ദ ക്ലൈമറ്റ്? അവരെന്താണ് ആ ക്ലൈമറ്റ് ആക്ഷൻ റെസിലിയൻസ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാം. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ സെക്ടേഴ്സും, ഫോറസ്റ്റ്, കോസ്റ്റ്, ഫിഷിങ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എനർജി, ടേക്ക് എനി സെക്ടർ, ട്രാൻസ്പോർട്ടേഷൻ, എല്ലാ സെക്ടറും ക്ലൈമറ്റിനെ പോസിറ്റീവ്ലിയോ നെഗറ്റീവ്ലിയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് അതിനുള്ള നയപരമായിട്ടോ ആസ് പോളിസി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിലോ സ്കീം പോയിന്റ് ഓഫ് വ്യൂവിലോ ബഡ്ജറ്റിങ്ങിലോ ഒന്നും തന്നെ അതിനുള്ള ഒരു എംബെഡിങ് ഇതിനകത്ത് ചെയ്തിട്ടില്ല, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ വേൾഡ് ബാങ്ക് ആവശ്യപ്പെടുന്നു ക്ലൈമറ്റിൻ്റെ കൺസേൺ കൂടെ വരണം. ഒരു വാക്കും കൂടെ എഴുതി ചേർക്കും, ക്ലൈമറ്റ് കാർബൺ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി ചേർക്കും. അപ്പോൾ അവർക്ക് ക്ലൈമറ്റ് കഴിഞ്ഞു. കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ സാധാരണ കൃഷിയൊക്കെ തന്നെയാണ്, പക്ഷേ ബാനറിൽ കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ എഴുതിയിരിക്കും. അതല്ല എന്നുള്ളതാണ്. ഇത് വാട്ട് യു മീൻ ബൈ എംബെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ടേഴ്സ് അതെല്ലാം ഹെൽത്ത്, എഡ്യൂക്കേഷൻ എല്ലാം വരും. ഈ സെക്ടേഴ്സ് ചെയ്യുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കാലാവസ്ഥയുടെയും പരിസ്ഥിതിയുടെയും ബേസിക് ചില പ്രിൻസിപ്പൾസിൻ്റെ പുറത്ത് തട്ടിച്ച് നോക്കി ചെയ്യണം എന്നുള്ളതാണ്. അത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട എന്നുള്ളതാണ്. അതിനു വേണ്ട ബഡ്ജറ്റിംഗ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു റോഡ് പണിയുമ്പോൾ ഹൈഡ്രോളജിക്കൽ ഒരു ഫ്ലോയിനെ തടയുന്നുണ്ടോ? അപ്പോൾ നമ്മളിതിനകത്തൊരു ഹൈഡ്രോളജിക്കൽ ഫ്ലോ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നത്. ഈ റോഡ് പണിയുമ്പോൾ നമുക്ക് മരങ്ങൾ കുറേ നഷ്ടപ്പെടും. അപ്പോൾ മരങ്ങൾ പകരം വയ്ക്കണം. അപ്പോൾ അതിനൊരു ബഡ്ജറ്റ് വേണം. ആ ബഡ്ജറ്റും ഇതിനകത്ത് ആ സ്പേസും വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഇത്ര 7 മീറ്ററിൻ്റെ റോഡ് എടുത്തു, കഷ്ടിച്ച് നമ്മൾ റോഡങ്ങ് പണിഞ്ഞു, പക്ഷെ മരം വയ്ക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമ്മൾ അഡീഷണലി എടുക്കണം. അത് ബഡ്ജറ്റഡ് ആയിരിക്കും. ആ ലാൻഡ് എടുക്കുന്നത് എന്തിനാണ്? മരം വെച്ച് ആ ഒരു ഗ്രീൻ കവർ കൊടുക്കാനാണ്. അതൊക്കെ കൂടെ കൊണ്ടുവരാനും അർബൻ സ്ഥലങ്ങളിൽ മരങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു അർബൻ ട്രീ പ്ലാന്റിങ് ആൻഡ് കാനോപ്പി റീസ്റ്റോറേഷൻ ഒരു ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കണമെങ്കിൽ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് അല്ല വേണ്ടത്, കാലാവസ്ഥയെ കൈകാര്യം ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ല വേണ്ടത്. ഒരു ചെറിയ
ലീൻ ഒരു എൻറ്റിറ്റി, ഒരു പോളിസി ഇന്റർവെൻഷൻ എൻറ്റിറ്റിയാണ് വേണ്ടത് അവിടെ മിഷനായിട്ട്. മിഷൻ രൂപത്തിൽ ആ മിഷൻ ചെറുതാണ്, പക്ഷെ ആ മിഷൻ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ടും ഓഫീസേഴ്സുമായിട്ട് എൻഗേജ് ചെയ്ത് ഒരു കൺവേർജൻസ് ബിൽഡ് ചെയ്തിട്ട് ആ കൺവേർജൻസിലൂടെ അവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് നടക്കുന്ന ഒരു സ്റ്റാറ്റസ് കോയിൽ നിന്നും ഒരു ക്ലൈമറ്റ് ആൻഡ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിന് വേണ്ടി ട്രാൻസിഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ട്രാൻസിഷൻ എല്ലാ ഇതിലും സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ഈ ക്ലൈമറ്റ് മിഷനകത്തല്ല 200 പേര് വേണ്ടത്. ഈ ചെയ്യുന്ന ആൾക്കാർ മറ്റൊരു എംബഡഡ് ആണ്, അവരതിനകത്ത് ഇത് ചെയ്യും, പക്ഷേ പോളിസി കൺവേർജൻസ് പ്രോസസ്സിൽ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രൈമറി ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് ചെയ്യുമ്പോഴും നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്തും സെപ്പറേറ്റ് മിഷൻസ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് പ്രോഗ്രാംസ് വേണ്ടി അത് പിന്നീട് സജസ്റ്റ് ചെയ്യുന്നത്, അതങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സെക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മിഷനുമായിട്ട് വേണ്ട കാര്യങ്ങൾ അതിനകത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വൺ സെന്റൻസ് 2 സെന്റൻസിൽ എഴുതിയിട്ടുള്ളൂ. ഇത് എക്സ്പാൻഡ് ചെയ്യണം, ഇത് ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതൊരു കോർ അടിസ്ഥാന ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ് ആയിട്ട് അങ്ങനെ കാണാം. ഓരോ സെക്ടറിലേക്ക് വരാം നമുക്ക്. ഇപ്പം കാർഷിക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ കാലങ്ങളായി നിൽക്കുന്ന ഒരു ഡിബേറ്റ് ആണ് ഈ എക്കോളജിക്കൽ സർവീസ് പേയ്മെന്റ് എന്നുള്ളത്. പാരിസ്ഥിതിക സേവനങ്ങൾ കാർഷിക മേഖലയിൽ ഉറപ്പാക്കുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട സജഷനായിട്ട് ഇതിലും വരുന്നുണ്ട്. അതുപോലെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നിയത് നെൽവയൽ പുനരുജ്ജീവന മിഷൻ. നമുക്ക് ഓൾറെഡി നെൽവയൽ തണ്ണീർത്തട നിയമം ഉണ്ട്, പക്ഷെ എന്നാൽ തന്നെയും ഒരു പുനരുജ്ജീവന മിഷനും കൂടി ആവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഉള്ളത്. പിന്നെ പ്ലാന്റേഷൻ പുനരുജ്ജീവന വൈവിധ്യവൽക്കരണ മിഷൻ, അതും ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് തോന്നുന്നു. ഈ കാര്യങ്ങളൊന്നും വിശദീകരിക്കാമോ കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുള്ള? എക്കോളജിക്കൽ പേയ്മെന്റ് സർവീസസ് ഭയങ്കര ഒരു ക്രിട്ടിക്കലാണ് ഇനി. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ പ്രഖ്യാപിച്ചു ദേ ആർ ഡിമാൻഡിങ് 90,000 crores ഫോർ എക്കോളജിക്കൽ പേയ്മെന്റ് സർവീസസ്. നടപ്പിലാക്കി ആവശ്യപ്പെട്ടു. സെൻട്രൽ ഗവൺമെന്റിനോട് ഹിമാചൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരുടെ ഫാമേഴ്സിന് വേണമെന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ മിത്തിക്കൽ തിങ്, ഇറ്റ്സ് ഹാപ്പനിങ്. ഇതിന്റെ കൗണ്ടർ എന്താണ്? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, ക്ലൈമറ്റിനെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടത് കാർബൺ. ചർച്ച കാർബണിന്റെ പുറത്താണ്. ഇത്രയും നാരോ ഡൗൺ ആയിട്ടുള്ള ഒരു ലോജിക് ഇല്ല കാർബൺ പോലെ. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? കാർബൺ കുറയ്ക്കേണ്ടെന്നോ കാർബൺ ആഗിരണം ഇല്ലാതാക്കണം അതൊന്നുമല്ല. അങ്ങനെ വേണ്ടെന്നല്ല പറയണം, അത് വേണം. അതിനു വേണ്ടി ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്നതായാലും ഒരുപാട് കാര്യങ്ങളിൽ കാർബണിന്റെ ന്യൂട്രലിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ വെറും കാർബണാണ് ആവശ്യം. നമ്മുടെ നാട്ടിലൊരു ഹോൾ ഇക്കോസിസ്റ്റം തന്നെയല്ലേ ഇഷ്യൂ, കൺസേൺ ഉള്ളത്. ഒരിടത്ത് മരങ്ങൾ നട്ടില്ല, അപ്പോൾ കാർബൺ സിക്വസ്ട്രേഷൻ കുറഞ്ഞു എങ്കിൽ അവിടെ ബാധിക്കുന്നത് ഒരു മൊത്തം ഇക്കോസിസ്റ്റത്തിനാണ്. അവിടെ ഉണ്ടായ കുറച്ച് കാർബൺ കുറഞ്ഞ കൂടുതലുള്ളത് അത് ഒരു ഗ്ലോബൽ കൺസേണിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ ക്രിട്ടിക്കലാണ്. പക്ഷേ ഇക്കോസിസ്റ്റം സർവീസസ് വരുമ്പോൾ ആ പ്രദേശത്ത് ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇക്കോളജിക്കലി അതിന് ഇക്കോളജി ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു അസസ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അത് ഇക്കോസിസ്റ്റംസിനെ നശിപ്പിക്കുന്നുണ്ടോ. അപ്പോൾ ഇക്കോസിസ്റ്റംസ് പറയുമ്പോൾ എല്ലാം വരും, ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യുവേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാർബൺ മാത്രമായിരിക്കില്ല, അപ്പോൾ കാർബൺ, സോയിൽ ഹെൽത്ത്, പലതരം ജീവികളുടെ ഒരു കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് എല്ലാം കൺസിഡർ ചെയ്യേണ്ടി വരും. വാട്ടർ, മോയ്സ്ചർ സർവ്വതും കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതൊരു ഹോളിസ്റ്റിക് ഒരു പേയ്മെന്റ് സർവീസസ് ആണ്. ആ പേയ്മെന്റ് സർവീസസിനെയാണ് നമ്മൾ ഇതിനകത്ത് ഒരു തുടക്കമെങ്കിലും കുറിക്കണം എന്ന് പറയുന്നത്. ഈ കാർബൺ ന്യൂട്രൽ മീനങ്ങാടി പ്രോജക്റ്റിലേക്ക് ഇത് കണക്കാക്കിയിട്ടില്ല ശരിക്കും. പാരിസ്ഥിതിക സേവനങ്ങളുടെ വാല്യൂ ഇക്കോസിസ്റ്റം സർവീസസ് അല്ല, കാർബൺ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, പക്ഷേ ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് എവറിത്തിങ്. ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ ഈ ഹോൾ കാർബൺ ഡിബേറ്റിന് നേരെ ഇപ്പുറത്ത് നിൽക്കുന്ന അതിനേക്കാളും ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡീപ്പറും നമ്മുടെ നാട്ടിൽ റെലവൻറ്റും. കാരണം നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ ഒരുപാട് ഇക്കോസിസ്റ്റംസിൻ്റെയും എല്ലാം ഒരു നാടാണ്. അപ്പോൾ അതിനെ അങ്ങനെയല്ലേ കൺസർവ് ചെയ്യേണ്ടത് നോക്കേണ്ടത്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് നമ്മൾ കാർബൺ സിക്വസ്റ്റർ ചെയ്യാനായിട്ടുള്ള ചില ചില സാധനങ്ങൾ ഉണ്ടാക്കുമോ, അതല്ല ഇക്കോസിസ്റ്റത്തിനെ റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമോ, ഈ ഡിബേറ്റ് വരും. അപ്പോൾ ഇക്കോസിസ്റ്റം റീസ്റ്റോർ ചെയ്യുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ കിട്ടും. മനസ്സിലായി? ഇപ്പോൾ ഒരു മാംഗ്രൂവ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ ഇവിടെ മാംഗ്രൂവ് ആണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരാളൊന്ന് പറയാൻ മാംഗ്രൂവിനേക്കാളും നല്ലത് കാർബൺ സിക്വസ്റ്റർ ചെയ്യുന്ന വേറൊരു മരമുണ്ട്, വെക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാർബണിൻ്റെ കണക്കിൽ നോക്കി കഴിഞ്ഞാൽ വയ്ക്കാൻ മതി. ലോകത്ത് ഒരുപാടിടത്ത് കാർബൺ കോൺട്രവേഴ്സി ആയിട്ടുള്ളത് അങ്ങനെയാണ്. കാട് വെട്ടിയിട്ട് കാർബണിനെ കുറെ കൂടെ നല്ല സിക്വസ്റ്റർ ചെയ്യുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. കാട് വെട്ടിക്കളഞ്ഞിട്ട്, ഗ്രാസ് ലാൻഡ്സ് വെട്ടിക്കളഞ്ഞിട്ട്. അപ്പോൾ അതാണോ വേണ്ടത്, അതല്ല ഒരു മൊത്തം ഇക്കോസിസ്റ്റത്തിന്റെ രജിസ്ട്രേഷൻ ആണോ വേണ്ടത് എന്നുള്ളത്. അങ്ങനെയാണ് ഈ EPS കുറച്ചുകൂടെ ക്രിട്ടിക്കലാവുന്നത്. അതേപോലെ ഇപ്പോൾ പാഡി നമുക്ക് സംശയമേ ഇല്ല, 8 ലക്ഷം ഹെക്ടറിൽ നിന്ന് 2 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. ഇനി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. മാത്രമല്ല ഈ 10 വർഷത്തിൽ കണ്ടത്
ഒരുപാട് കഷ്ടപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 3 മന്ത്രിമാര്, പേരെടുത്ത് പറയാമല്ലോ, ബിനോയ് വിശ്വവും മുല്ലക്കര രത്നാകരനും കെ പി രാജേന്ദ്രനും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു വലിയ എഫേർട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട്, അന്ന് വർഗീസ് തൊടുപുറപ്പിന്റെ സമരവും ജയശ്രീ ടീച്ചറിന്റെ സമരവും ഒക്കെ കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം 2008 എന്ന് പറയുന്നത്. അത് പാസ്സാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. അതിനുശേഷം വന്ന 5 വർഷത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് പലതും ആറന്മുള പദ്ധതി അടക്കം നടപ്പാക്കാൻ വേണ്ടി പലപ്പോഴും ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഏറ്റവും കൂടുതൽ അന്ന് അതിനകത്ത് എതിർപ്പുണ്ടായിരുന്നത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ള പിണറായി ഗവൺമെന്റ്, CPM-ഉം CPI-യും ഒക്കെ കൂടെ ഭരിക്കുന്ന ഗവൺമെന്റല്ലേ ഈ നിയമത്തിനെ കംപ്ലീറ്റ്, അതായത് അതിൻ്റെ ഒരു എസൻസിനെ എടുത്ത് കളയുന്ന തരത്തിൽ അമെൻഡ് ചെയ്തിട്ട് ഇല്ലാതാക്കിയത്. അപ്പോൾ ഇന്ന് നെൽവയലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണക്കുകളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണം പറയാം, കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ 4 ലുലു മാളുകൾ വന്നിട്ടുണ്ട്. ഞാൻ ലുലു മാളിന് എടുക്കുന്നത് ഒരു ഉദാഹരണമായിട്ടാണ്. 4 വയലിലാണ്, വെറ്റ്ലാൻഡ്സിലാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ലുലു മാൾ പോലെയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വൻകിട ഫാക്ടറികൾക്കോ വൻകിട ആൾക്കാർക്ക് വേണ്ടി നെൽവയൽ നികത്താൻ കൊടുക്കാൻ പറ്റുന്നൊരു നിയമമാക്കി മാറ്റി. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു ടോപ്പ് ലെവൽ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഉണ്ട്, അതിനെ സബോട്ടാഷ് ചെയ്തു. അപ്പോൾ ഇപ്പോഴും അതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ മിഷൻ മോഡ് പറയുന്നത്. കാരണം ഈ മിഷനകത്ത് ആ നിയമം നടപ്പാക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഇത് തിരിച്ച് റിവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഫാലോ ലാൻഡ് കിടക്കുന്നത് റിവൈവ് ചെയ്യുക, ചില വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം തടയപ്പെടുന്നത് ചെയ്യുക, ചിലയിടത്ത് കുറച്ച് ഏക്കറുകൾ മാറ്റി വെച്ചേക്കുന്നത് ചെയ്യുക, ചെറിയ പോക്കറ്റുകളിൽ നെൽവയൽ ചെയ്യുക. കാരണം ഇത്രയും ചോറ്, ഇത്രയും അരി ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ അവിടെ ആ സാധനം, ആ ലാൻഡ്സ്കേപ്പോടെ കിടക്കുമ്പോൾ വെള്ളത്തിൻ്റെ, ബയോഡൈവേഴ്സിറ്റിയുടെ, ഒഴുക്കിൻ്റെ എല്ലാം നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ. അതേപോലെ തന്നെ പ്ലാന്റേഷൻസ്, താങ്കൾ പ്ലാന്റേഷൻസിനെ റേസ് ചെയ്ത് പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ ഒരു അൺടാപ്ഡ് ഗോൾഡ് മൈൻ എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ അത് പ്ലാന്റേഷൻസാണ്. എന്നാൽ കേരളത്തിന് വേറൊന്നുമില്ല എടുത്ത് ബിസിനസ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്ന. മൈനിങ് മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മൈനിങ്ങൊക്കെ ചെയ്തിട്ട് ഒരുപാട് റിസോഴ്സസ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കങ്ങനെയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ വൻകിട ഫാക്ടറികൾ ഇഷ്ടംപോലെ ഉണ്ട്, ലാൻഡുണ്ട്. നമുക്കതുമില്ല. നമ്മുടെ ഇക്കോസിസ്റ്റത്തിനകത്ത് ഭയങ്കര പൊല്യൂട്ടിങ് അല്ലെങ്കിൽ റിസോഴ്സ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസും കൊണ്ടുവരാൻ പറ്റില്ല. IT പോലത്തെ ചില കമ്പനികൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അൺടാപ്ഡായിട്ട് കിടക്കുന്നത് ഇത്രയും ലാൻഡാണ്. അതിൽ കുറേ ടീയും റബ്ബറും കാർഡമവും കോഫിയും എല്ലാം ഉണ്ട്. അത് ഹോം സ്റ്റേ ലെവലിലും ഉണ്ട്, വൻകിട പ്ലാന്റേഷൻ ലെവലിലും ഉണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ട്. ഇതൊരു വലിയ കുരുക്കായിട്ട് അവിടെ കിടക്കുകയാണ്. അതൊരു വശത്ത്. മറ്റൊരു വശത്ത് അത് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷെ മറ്റൊരു വശത്ത് ഇത് നോക്കുക, ഇതൊക്കെ പലതും അൺപ്രൊഡക്റ്റീവായിട്ട് കിടക്കുകയാണ്. ഇതിനേക്കാളും പ്രൊഡക്ഷൻ സാധ്യതയുണ്ട്. ഒരു കാലത്ത് വലിയ ടീ പ്രൊഡ്യൂസറായിരുന്നു. നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ടീ പ്രൊഡക്ഷൻ്റെ ഗ്ലോബലി നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു ഇൻവൈഗറേറ്റിംഗ് പാക്കേജ് വേണം. ആ പാക്കേജ് എന്ന് പറയുന്നത് വെറുതെ റീപ്ലാന്റിംഗ് പാക്കേജ് അല്ല, ഇറ്റ്സ് എ കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് പാക്കേജാണ്. വാട്ട് ആർ വി ഗോയിങ് ടു പ്ലാന്റ്, ഹൗ വിൽ വി പ്ലാന്റ്, അതിൻ്റെ പ്രീമിയം എന്താണ്, ഓർഗാനിക് ആണോ അതല്ല വേറെ എന്തെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ പ്രീമിയം ബിൽഡ് ചെയ്യാൻ പറ്റുമോ, പ്ലാന്റേഷൻസിൽ ഇത് മാത്രമാണോ ചെയ്യേണ്ടത്, ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ നിയമക്കുരുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ നിയമക്കുരുക്ക് അൺടൈ ചെയ്ത് കൊടുക്കണ്ടേ? അതെങ്ങനെ അൺടൈ ചെയ്ത് കൊടുക്കും? അങ്ങനെ അൺടൈ ചെയ്യുമ്പോൾ ഈ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വൻകിട ടൂറിസം കുറയും വരുമോ? എങ്കിൽ പിന്നെ അത് ചെയ്യാതിരിക്കാനായിട്ട് ഇക്കോസിസ്റ്റംസ് അനുസരിച്ച് സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതേ പ്ലാന്റേഷൻസിൽ ചില സ്ഥലത്തും ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് ഫോറസ്റ്റിൻ്റെ അടുത്താണോ? അപ്പോൾ അത് നമുക്ക് ഫോറസ്റ്റായിട്ട് മാറ്റേണ്ടി വന്നാൽ അത് ചെയ്യണ്ടേ? ചില ഏരിയ നമുക്ക് ട്രൈബൽ പോപ്പുലേഷന് റീഹാബിലിറ്റേഷന് മിച്ചഭൂമിയായിരിക്കും, അവർക്ക് കൊടുക്കണ്ടേ? അത് ഏത് തരം ആൾക്കാർ, എവിടെ നിന്നുള്ളവരൊക്കെയാണ് അവർ റീഹാബിലിറ്റേറ്റിൻ്റെ, എത്ര ലാൻഡ് കൊടുക്കണം, അവരുടെ കൾട്ടിവേഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെല്ലാം സമഗ്രമായി അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പ്ലാന്റേഷൻസ് നീഡ് എ കംപ്ലീറ്റ് റീതിങ്കിങ് അറൗണ്ട്. ലീഗൽ പ്ലാന്റേഷൻസും ഉണ്ട്. അല്ല, അപ്പോൾ ആ ലീഗലിനകത്ത് പിന്നെ വേറൊരു പ്രശ്നമാണ്. അത് നമ്മൾ വേറൊരു തരത്തിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ 2ാം ഭൂപരിഷ്കരണം വേണം നമുക്ക് പറയാൻ, നമുക്ക് ചുമ്മാ പറയാം, പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്രയും കുരുങ്ങിക്കിടക്കുക. സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അൺടൈ ചെയ്യണം. ഇറ്റ് ഇസ് സോ ബ്രിഡിൽ, ഇറ്റ് ഹാസ് ടു ബി അൺബ്രിഡിൽ, ഇറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ് ഔട്ട്. എന്നിട്ട് അതിനെ ഒരു പ്രൊഡക്റ്റീവ്, സസ്റ്റൈനബിൾ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കേരളത്തിന് ബെനിഫിറ്റ് ആവുന്ന ഒരു സംവിധാനമായിട്ട് മാറ്റണമെങ്കിൽ ദാറ്റ് നീഡ്സ് എ കമ്മീഷൻ ടു ലുക്ക് അറ്റ് ഇറ്റ്. അതിനാണ് നമ്മൾ ലാൻഡ് റിഫോംസ് ആൻഡ് ഗവർണൻസ് ഒരു കമ്മീഷൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പ്ലാന്റേഷനിൽ വേണ്ടത്. ഇതേ സാധനം ഹോം സ്റ്റേറ്റ്സിലും വേണം.
കാരണം എല്ലാവരും ഹോം സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത്, നമ്മൾ പറമ്പുകൾ എന്ന് പറയുന്നത്. പക്ഷേ എന്തുമാത്രം അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് ഒരു ഇൻവൈഗ്രേഷൻ ഇല്ലാതെ കിടക്കുന്ന ഇത് മുഴുവനും ഇപ്പോൾ നമ്മൾ പറയുന്നതിനും ഇതും എൻഡ് ടു എൻഡ് ആണ്. കാരണം എന്ത് ചെയ്യണം എന്നുള്ളതും എന്ത് മാർക്കറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതും കൂടെ നോക്കണം. അപ്പോൾ ഇത് മുഴുവനും സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കേരളം. നമുക്ക് അത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ചുമ്മാ കൊണ്ടുവന്ന് മണ്ണിൽ കുത്തിവെച്ചാൽ വളരുന്ന ഒരു നാടാണ്, അത്രയും റിച്ചാണ്. പക്ഷെ ആ റിച്ച്നെസ് മൊത്തം നമ്മളിങ്ങനെ ഫാലോ ഇട്ടും വിഷമടിച്ചും വേറെ എന്തെങ്കിലുമൊക്കെ പണിഞ്ഞും സിമെൻറ്റ് കൊണ്ട് തട്ടിയും പൊടിയൊക്കെ അടിച്ചും ഇങ്ങനെ നശിപ്പിച്ച് കിടക്കുകയാണ് എല്ലായിടത്തും. അതാണ് അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ശരിക്കും കേരളത്തിൽ ഓരോ മനുഷ്യനും ഒരു കൃഷിക്കാരനോ അല്ലെങ്കിൽ ഒരു കാർഷിക എൻ്റർപ്രണറോ ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. പിന്നെ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു സെക്ടറാണ് പശ്ചിമഘട്ടം. ശരിക്കും കേരളത്തിന്റെ ഒരു അതിജീവനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പശ്ചിമഘട്ടമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം തന്നെ പശ്ചിമഘട്ടമായിട്ട് ബന്ധപ്പെട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വലിയ രീതിയിൽ തള്ളിക്കളഞ്ഞ രാഷ്ട്രീയ കക്ഷികളാണ് കേരളത്തിലുള്ളത്. ജനങ്ങളുടെ ഭാഗത്തും പലതരത്തിലുള്ള എതിർപ്പുകൾ അക്കാര്യത്തിലുണ്ടായി. പക്ഷേ പശ്ചിമഘട്ടത്തിന്റെ പുനരുജ്ജീവനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വനസംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ അധികരിച്ച് വന്നിരിക്കുന്ന ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഈ പശ്ചിമഘട്ടത്തിൽ നമുക്ക് അറിയാം, നമ്മൾ പശ്ചിമഘട്ടം നമ്മളുടെ ലൈഫ് ലൈൻ ആയിരുന്നു. നമ്മൾ കാലങ്ങളോളം അത് ഉണ്ടായ അപ്പം തൊട്ട് മനുഷ്യരിനകത്ത് സർവൈവ് ചെയ്ത് പോയിട്ടുമുണ്ട്. അത് ശോഷിച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ എൻക്രോച്ച്മെൻറ്റ് നടന്നിട്ടുണ്ട്. നമ്മൾക്ക് അതിനെ എൻക്രോച്ച്മെൻറ്റ് എന്ന് വിളിക്കേണ്ട എങ്കിൽ ഒരു കുഴപ്പവുമില്ല. കാരണം ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്, വെട്ടി വെളുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വെട്ടി വെളുപ്പിക്കാതെ ജീവിച്ചിട്ടുണ്ട് ആൾക്കാർ. അതിനെ ചെറുതായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. എല്ലാ തരവുമുണ്ട് അതിനകത്ത്. നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് നമ്മളൊരു ജനറൽ ഇതല്ല ഞാൻ പറയണ, കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട. അത് വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലായതാണ് എന്തുമാത്രം കോൺഫ്ലിക്റ്റാണ് അത് ആ റിപ്പോർട്ട് അഴിച്ചുവിട്ടതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ റിപ്പോർട്ട് ശരിക്കും അന്നത്തെ ഗവൺമെൻറ് അത് വായിച്ച് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, അതേ ഗവൺമെൻറ്റിനകത്തുണ്ടായിരുന്ന എത്രയോ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു റിപ്പോർട്ടിനെ ശരിക്കും പറഞ്ഞാൽ അത് വായിക്കാതെ ഒരു വലിയ സംഘം ഇതിനെ അങ്ങ് ഡിസ്റ്റോർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എസെൻഷ്യൽ ഇഷ്യൂ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഒരിക്കലും ഒരു കർഷക വിരുദ്ധമായിട്ടോ മലയോര കർഷക വിരുദ്ധമായിട്ടോ കുടിയേറ്റ കർഷക വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അനുകൂലമായിട്ടോ കാണുന്ന ഒരു റിപ്പോർട്ടല്ല. അതൊരു മാനേജ്മെൻറ്റ് പ്ലാനാണ്, ഒരു വളരെ സയൻറ്റിഫിക്കലി ബേസ്ഡ് മാനേജ്മെൻറ്റ് പ്ലാനാണ്. പക്ഷെ ആ മാനേജ്മെൻറ്റ് പ്ലാനും ഒരു പോളിസി മുമ്പോട്ട് വയ്ക്കുമ്പോഴും ഒരു സ്റ്റേറ്റിന് അത് മുഴുവൻ എടുത്ത് ചെയ്യണമെന്നുമില്ല. അപ്പോൾ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നത് അത് പ്രാദേശിക സർക്കാരുകൾ, നമ്മളൊരു ബ്രോഡ് ഒരു കോൺട്രോൾസ് ആണ് ഇതിനെ ഡ്രോ ചെയ്തിട്ടുള്ളത്. ഈ പ്രാദേശിക സർക്കാർ അതിൻ്റെ പോളിസീസ് എടുത്തിട്ട് അതനുസരിച്ച് സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും പഞ്ചായത്ത് ലെവലിലും ഒക്കെ ചെയ്യാം. പക്ഷേ ഇതൊന്നും കാണാതെ വളരെ റെട്ടറിക്കിൻ്റെയും ബ്ലൈൻഡ് ഒരു ഇതിൻ്റെ എന്താണ് ഈ അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനെതിരെ ഒരു വിശ്വാസം ഉണ്ടാക്കി അങ്ങ് തള്ളിക്കളഞ്ഞു. അത് റീറീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മളിത് സജസ്റ്റ് ചെയ്തിട്ടില്ല. പകരം നമ്മൾ പറയുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് പ്രൊട്ടക്ട് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അതിന് കുറെ കൂടെ എൻഹാൻസ് ചെയ്യുകയും അതിൻ്റെ ബഫേഴ്സ് അടക്കമുള്ളത് സ്ട്രെങ്തൻ ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു കൗൺസിലാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ടിൽ ഒരു അതോറിറ്റിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അതോറിറ്റി എന്ന് പറഞ്ഞ വാക്കേ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. പകരം മിഷൻസ്, പ്രോഗ്രാംസ്, കൗൺസിൽസ് ഒക്കെയാണ്. അപ്പോൾ കൗൺസിലാണ്. എന്തിനാണ് ഈ കൗൺസിൽ? ഇതിനകത്തുള്ള റെപ്രസെൻറ്റേഷൻ അടക്കം ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെയും അവിടുത്തെ കർഷകരുടെയും എല്ലാവരുടെ റെപ്രസെൻറ്റേഷൻ അടക്കം ഒരു വെസ്റ്റേൺ ഗാർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കൗൺസിലാണ്. ആ പ്രൊട്ടക്ഷൻ കൗൺസിൽ സ്റ്റേറ്റ് ലെവൽ കൗൺസിലാണ്. പ്രാദേശികമായിട്ടുള്ള കൗൺസിൽസ് ഉണ്ടാക്കാം, ഇതിനു വേണ്ടി പ്രത്യേക നിയമവും ഉണ്ടാക്കാം. പക്ഷേ ചെയ്യേണ്ടത് അതൊക്കെ നമുക്കിനി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എസെൻഷ്യലി ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ട് അടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. KFRI ചെയ്ത കുറേ പഠനങ്ങളുണ്ട്, ഒരുപാട് ചെയ്ത പഠനങ്ങൾ, CWR സ്റ്റഡീസ് ഉണ്ടാവും. ഇതെല്ലാം നോക്കിയിട്ട് ഇതിനെ ഏറ്റവും പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള അതുമായിട്ട് ചുറ്റുപറ്റി ജീവിക്കുന്ന കൃഷിക്കാർ ഇവർക്കൊക്കെ തന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന തരത്തിൽ, ലൈവ്ലിഹുഡ്സിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാത്ത തരത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ഇതെങ്ങനെ നമുക്ക് ഒരു പോളിസി ഇതായിട്ട് സിസ്റ്റമായിട്ട് പോളിസി ഒരു അപ്രോച്ചായിട്ട് കൊണ്ടുപോകാമെന്നും അതിന് എന്ത് സ്റ്റാൻഡേർഡ്സ് വേണമെന്നും ആ പ്രദേശത്ത് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ്.
ത്രിതല തലത്തിൽ തന്നെ ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ ആ അവിടെ ഒരു പ്രോസസ്സാണ് സംശയം ചോദിച്ചോട്ടെ ശ്രീധർ, ഈ അന്ന് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി അതോറിറ്റി സജസ്റ്റ് ചെയ്യാൻ കാരണം അത് ഓൾറെഡി 1986 നിയമത്തിൽ അതോറിറ്റി രൂപീകരിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. പക്ഷെ നമുക്ക് അതിലേക്ക് തന്നെ പോകാമായിരുന്നില്ലേ? പക്ഷേ ഞാൻ പറയാം, അതിൽ എന്താ പ്രോബ്ലം എന്നറിയാമോ? ദ വെരി ടെർമിനോളജി ഓഫ് അതോറിറ്റി ഇറ്റ് സെൽഫ് ഇസ് നൗ ക്വസ്റ്റ്യൻഡ് ത്രൂ ഔട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയമായിട്ട് പാർട്ടിസിപ്പേറ്ററി ആയിട്ട് ചെയ്യണോ, അതോറിറ്റി ഓത്തറൈസ്ഡ് ആയിട്ട് ചെയ്യണോ എന്നുള്ള ഒരു ഡിബേറ്റിന്റെ പുറത്താണ് ആ സാധനം. കൗൺസിൽ ഇസ് എ മോർ ഒരു പാർട്ടിസിപ്പേറ്ററി തിങ്. അതിന്റെ ഷേപ്പും സൈസും അങ്ങനെ ആയിരിക്കും. അതോറിറ്റി നമുക്ക് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാം, ഇപ്പൊ ഇതിനകത്തുള്ള റെപ്രസെന്റേഷൻസ് ഒക്കെ കൊണ്ടുവരാം, പക്ഷെ അതിനപ്പുറത്തുണ്ടാവില്ല. പക്ഷേ വെൻ യു സേ ഇറ്റ്സ് എ കൗൺസിൽ ഓർ വെൻ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്, നമ്മളുടെ ഒരു പ്രാദേശിക കൗൺസിൽ എന്നൊക്കെ പറയുന്നത്, പ്രൊവിൻഷ്യൽ കൗൺസിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രോസസ്സാണ്. അതിനെ ഡിസൈൻ ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു ബാഡ് ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഒരു ഫിലോസഫി മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഭരണ നേതൃത്വമാണ് വരുന്നതെങ്കിൽ ഈ കൗൺസിലിനെ വളരെ അതോറിറ്റേറിയൻ ആയിട്ട് ഉണ്ടാക്കാം. തീർച്ചയായും മനസ്സിലായി, മിഷൻ അതിനേക്കാളും വലിയ അതോറിറ്റേറിയൻ ആക്കാം, ഒറ്റ ആളെ നിർത്തിയിട്ട് തീർക്കെന്ന് പറയാം. അതേസമയം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭരണകർത്താവാണ് വരുന്നതെങ്കിൽ ഇത് ജനകീയമായി ചെയ്യാം. അങ്ങനത്തെ ഒരു ഭരണകർത്താവിന് സമയമല്ല വിഷയം, ശരിക്കും നടക്കണം എന്നുള്ളതാണ് വിഷയം. അതല്ല ഭയങ്കര സ്പീഡിൽ ചെയ്ത് എന്തൊക്കെയോ സാധിച്ച് എനിക്ക് നാളെ ഒരു PR ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് നടക്കില്ല. കാരണം ഇതൊരു ലോങ് ടേം എഫേർട്ടാണ്. 5-10 വർഷം എടുക്കും ഇത് ബിൽഡ് ചെയ്ത് വരാനായിട്ടാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അത് പറയണല്ലോ, ആസ് എ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ ബോഡി ടു റിവ്യൂ സയന്റിഫിക് അസസ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ദ WGP റെക്കമെൻഡേഷൻ ഗൈഡ് പാർട്ടിസിപ്പേറ്ററി ഇക്കോളജിക്കൽ പ്ലാനിംഗ് ഫോർ ദ വെസ്റ്റേൺ ഗാർഡ്സ്, അങ്ങനെയാണ് പറയുന്നത്. അതിന് വേണ്ട റെഗുലേഷൻ പോളിസീസ് വേണം. അതിന് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് നിയമനിർമ്മാണം വേണ്ടി വരും. നിയമനിർമ്മാണം വരെ വേണ്ടി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ റിഫോംസ് നെസസറി ഫോർ, അങ്ങനെ ബ്രോഡായിട്ട് പറഞ്ഞിട്ടുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് വി ആർ കീപ്പിംഗ് ഇറ്റ് ഓപ്പൺ ഫോർ എൻ ഓപ്പൺ ഡിസ്കഷൻ ഓൺ ദിസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതെ, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹാബിറ്റാറ്റ് കൺസർവേഷൻ, ലാൻഡ്സ്കേപ്പിന്റെ കണക്ടിവിറ്റി ഇഷ്യൂസ് എല്ലാം വരും. കോൺഫ്ലിക്ട് മിറ്റിഗേഷനും വരും. മെയിൻ ആയിട്ട് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് മിറ്റിഗേഷൻ വരും. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു പേപ്പർ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഈ സാധനത്തിന്റെ കുറെ എക്സ്പാൻഷൻ വേണ്ടി വരും തോന്നുന്നു. വേണ്ടി വരും. കാരണം ഇത് നമ്മളൊരു ഇമ്മീഡിയറ്റ്ലി വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് പറയുകയാണ്. ഒരു ഗവൺമെന്റ് പറയേണ്ടത് ഇന്നൊക്കെ നമുക്ക് ചെയ്യാമോ, പക്ഷെ അതിനും അപ്പുറത്തൊരു സംഭവം വേണ്ടി വരും. ഇപ്പൊ ഉദാഹരണം നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ടൈം ബൗണ്ട് കോമ്പൻസേഷൻ ഇഷ്യൂ ഉണ്ടായാൽ ജനകീയമായിട്ടുള്ള കൈകാര്യം ചെയ്യൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പ്രാദേശിക സർക്കാരും തമ്മിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തന്നെ ഒരു ഇന്ററാക്ഷൻ വേണം. നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്തപ്പോഴത്തേക്കും കൃഷി വകുപ്പ് ഡീസെൻട്രലൈസ് ചെയ്തു, ലൈൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. ഒരു കൃഷി ഓഫീസർ പഞ്ചായത്തുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്തോട് ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ മൊത്തം പിരിച്ചുവിടാൻ പറയാം. ദാറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ. The solution is to get them to decentralize and work with that. അപ്പോൾ ഒരു എൻറ്റിറ്റി ഉണ്ട്, അവർക്ക് ഒരു കംപ്ലീറ്റ് മിഷനറി ഉണ്ട്, അവർക്ക് ഫണ്ട്സ് ഉണ്ട്, അവർക്ക് ആൾക്കാരുണ്ട്, ട്രെയിൻഡ് മനുഷ്യരുണ്ട്. പക്ഷെ ഇതിനെ എങ്ങനെയാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുക? അപ്പോൾ പഞ്ചായത്തിനും ഇതും കൂടെ ചേർന്ന് ഒരു ബോഡിയാണ് ആ പഞ്ചായത്തിന്റെ കൺസേൺസ് കൈകാര്യം ചെയ്യുന്നത്. കുറെ പഞ്ചായത്തിൽ ബ്ലോക്ക് ലെവലിലെ കൺസേൺസ് കൈകാര്യം ചെയ്യുന്നത്. ദെൻ യു ഹാവ് ഒരു പാർട്ടിസിപ്പേറ്ററി പ്രോസസ്. ഇതിൽ ജനങ്ങളുടെയും പങ്ക്, ട്രെയിൻഡ് ആയിട്ടുള്ള RRT-കളുടെ പങ്ക്, പ്രൈമറി അല്ലെങ്കിൽ റെസ്പോൺസ് ടീംസിന്റെ പങ്ക്, അത്തരത്തിൽ ഇത് റീബിൽഡ് ചെയ്ത് പുതിയൊരു തരം കൺവേർജൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇതിനകത്ത് നമ്മൾ കൂടുതലും പറയുന്നത്.